സർക്കിൾ ചെയ്തിട്ട് എന്റെ ഫേവറേറ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഹസ്ബൻഡിനെ വിടാം. വെറും 2 ലക്ഷം ദിർഹംസ് നിങ്ങളെ ഡൗൺ പേയ്മെന്റ് അടയ്ക്കാനുണ്ടെങ്കിൽ ഈ കാണുന്ന 3100 ബിൽഡപ്പ് ഏരിയ വരുന്ന ഒരു 4 ബെഡ്റൂം ടൗൺ ഹൗസ് ഞാൻ നിങ്ങൾക്ക് എടുത്തരും, അതും ദുബായിൽ. ഞാൻ ലൊക്കേഷൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. എൻ്റെ കൂടെ വാ. സോ നിങ്ങൾ ഈ കാണുന്ന എൻ്റെ ലൊക്കേഷനിലാണ് നമ്മുടെ ഈ പറയുന്ന വില്ലാസും ടൗൺ ഹൗസും വരാൻ പോകുന്നത്. ഇവിടുത്തെ പ്രത്യേകത മനസ്സിലാക്കണം. ഒന്ന്, നമുക്ക് ഈസി ആയിട്ട് എമിറേറ്റ്സ് റോഡ് ഉണ്ട്. 2, നമുക്ക് അൽ നഹിയാൻ സ്ട്രീറ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ അലയൻ റോഡിലോട്ടും മുഹമ്മദ് ബിൻ സാറിലോട്ടും ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ ഇവിടെ നമുക്ക് ഓരോ ടൗൺ ഹൗസ് വില്ല ക്ലസ്റ്റർ നമ്മൾ 5 സോണായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. സോൺ 1, സോൺ 2, സോൺ 3, സോൺ 4, സോൺ 5. അത് മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ഇവിടുത്തെ അമ്യൂണിറ്റീസ് നോക്കിയാൽ 4 ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് ഇവിടെ സെൻട്രൽ അമ്യൂണിറ്റീസ് വരുന്നത്. എല്ലാ ടൗൺ ഹൗസസിനും അല്ലെങ്കിൽ എല്ലാ വില്ലാക്കും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വെൽനസ് ഫോക്കസ്ഡ് അമ്യൂണിറ്റീസ് വരുന്നത്. ഇവിടെ നമുക്ക് 5 തിരിക്കാം. ഇവിടെ വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു ഗ്രീനറി ഏരിയ ഉണ്ട്, അതേപോലെ തന്നെ സ്പോർട്സിനും അതേപോലെ തന്നെ നമ്മുടെ ഫിറ്റ്നസിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സെക്ഷൻ ഉണ്ട്, സ്പോർട്സിന് വേണ്ടി ഒരു സെക്ഷൻ, അതേപോലെ തന്നെ ഫാമിലിക്ക് വേണ്ടിയിട്ടും പ്ലേ ഏരിയ ആയിട്ടും സെപ്പറേറ്റ് ഒരു സെക്ഷൻ. സോ ടോട്ടൽ 5 തിരിച്ചിട്ടുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഇവിടെ വരുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മൾ ഓരോ അമ്യൂണിറ്റീസ് ഒരു 40+ അമ്യൂണിറ്റീസ് നമ്മൾ എടുത്ത് പറയുന്നത് ഈ ഒരൊറ്റ വീഡിയോ നടക്കത്തില്ല. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കാണുന്നതിനെ പറ്റി ഇതുവരെ ഒരു അനൗൺസ്മെന്റ് വന്നിട്ടില്ല. ഇവിടെ നമുക്ക് ഇതുവരെ വില്ലാസും ടൗൺ ഹൗസും മാത്രമാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ലൊക്കേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് എമിറേറ്റ്സ് റോഡും അതേപോലെ തന്നെ അൽ നഹിയാൻ സ്ട്രീറ്റും തൊട്ടടുത്ത് തന്നെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നമുക്ക് അക്കാഡമിക് സിറ്റി, അതേപോലെ തന്നെ സിലിക്കൺ ആക്സ് ഉള്ളതും അറൗണ്ട് ഒരു 28 ഓഫ് യൂണിവേഴ്സിറ്റീസ്, അതേപോലെ തന്നെ ഒരു 20+ സ്കൂൾസ്, ഇതെല്ലാം വരുന്ന ലൊക്കേഷനാണ് ഈ പറയുന്ന ടൗൺ ഹൗസ് വില്ല വരുന്നത്. സോ നിങ്ങളുടെ മക്കളുടെ ഒരു ഫ്യൂച്ചർ നോക്കുവാണെങ്കിൽ അവർക്ക് തൊട്ടടുത്ത് തന്നെ ഒരു 5 മിനിറ്റ് ഡിസ്റ്റൻസ് തന്നെ സ്കൂൾസും അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റീസും വരുന്നുണ്ട്. മാത്രമല്ല നമുക്കൊരു മെട്രോയും തൊട്ടപ്പുറത്ത് വരുന്നുണ്ട് 5 മിനിറ്റ് ഡിസ്റ്റൻസിൽ. പിന്നെ ഇവിടെ വില്ല വാങ്ങിക്കുന്നവർക്ക് മെട്രോ പോകേണ്ട ആവശ്യം വരുന്നില്ല. ബട്ട് സ്റ്റിൽ അത് നിങ്ങളൊരു 2040 അല്ലെങ്കിൽ 20D33 അതിൻ്റെ അടുത്ത് നോക്കുവാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ലൊക്കേഷനാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് വാങ്ങിക്കാൻ പോകുന്നത്, ഒരു വീട് വാങ്ങിക്കാൻ പോകുന്നത്. സോ ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലോട്ട് പോകാം. അവിടെ നമ്മുടെ സെയിൽസ് മാനേജർ അനഘ നമ്മളോട് ജോയിൻ ചെയ്യും. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. സോ നമ്മുടെ ഡെവലപ്പറിന്റെ സൈഡിൽ നിന്ന് നമുക്ക് അനഘ ജോയിൻ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരി സെയിൽസ് മാനേജർ ആണ്. അനഘ, അപ്പം നമുക്ക് ഷോ അപ്പാർട്ട്മെന്റ് ഒന്ന് കണ്ടാലോ? ഷോ അപ്പാർട്ട്മെന്റ് അല്ല, ഷോ ഇല്ല. ഓക്കെ, അല്ല പൊക്കോളൂ. സോ ഇതാണ് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെയുള്ളത് നമുക്കൊരു പൗഡർ വാഷ്റൂം ആണ് വരുന്നത്. ഫുള്ളി ഫിറ്റഡ് ആണ്, ആസ് യു ക്യാൻ സീ. അതുപോലെ തന്നെ ഇതാണ് മെയ്ഡ്സ് റൂം. ഞാൻ എപ്പോ ഇതൊരു ആൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അവർ ചോദിക്കാറുണ്ട്, ഇതാണോ മെയ്ഡ്സ് റൂം? ആസ് യു ക്യാൻ സീ ഒരു ഹ്യൂജ് കബോർഡ് സ്പേസ് ഇവിടെ വരുന്നുണ്ട്. ഇതെല്ലാം അതേപോലെ കിട്ടും. യെസ്, ഫുള്ളി ഫിറ്റഡ് ആയിട്ട് ആസ് യു സീ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അത്യാവശ്യം നല്ലൊരു ഷവർ ഒക്കെ വരുന്നുണ്ടല്ലോ. യെസ്, അത് മെയ്ഡ്സിനാണ്, മെയ്ഡ്സ് റൂം ആണ്. സാധാരണ മെയ്ഡ്സ് റൂമിന് ഇതേപോലത്തെ ഒരു വാഷ്റൂം ആയിരിക്കത്തില്ല കിട്ടുന്നത്. അതെ, നമ്മളിപ്പോ ടോപ്പ് ടയർ ഡെവലപ്പേഴ്സ് ഇനിഷ്യലി വിൽക്കുമ്പോൾ പോലും നമുക്ക് ഇങ്ങനെ ഒരു ഫുള്ളി ഫർണിഷ്ഡ് സ്കീം കിട്ടാറില്ല. അതെ, ഇതാണ് നമ്മുടെ കിച്ചൺ. ക്ലോസ്ഡ് കിച്ചൺ അങ്ങനെ വേണം പറയാൻ. ഏറ്റവും അധികം മെയിൻ പോയിന്റ് അതാണ്. അകത്ത് കയറി വരുമ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. യെസ്, ആസ് യു ക്യാൻ സീ ഇതും ഫുള്ളി എക്യുപ്ഡ് ആയിട്ടാണ് വരുന്നത്. ഇപ്പോ ഒരു ഷോ വില്ലേ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കൊരു കോഫി മെഷീനും കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്. ഈ കാണുന്ന കംപ്ലീറ്റ് കബോർഡ് സ്പേസസ്, ഡിഷ് വാഷിംഗ് ആയിട്ടുള്ള ഒരു ഡിഷ് വാഷർ എക്യുപ്മെന്റ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ റെഫ്രിജറേറ്റർ, മൈക്രോവേവ് ഓവൻ, ഫുള്ളി എക്യുപ്ഡ് ആണ്. അപ്പം ഇത്രയും സ്റ്റോറേജ് വരുന്നതുകൊണ്ട് മെയ്ഡ്സിന് വളരെ ഈസി ആയിരിക്കും അല്ലേ സാധനങ്ങൾ വെക്കാനും, അതേപോലെ തന്നെ ഒന്നും പുറത്തേക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇല്ല, കംപ്ലീറ്റ് കോമ്പാക്ട്. ഇതിനകത്ത് തന്നെ എല്ലാം ഉണ്ടല്ലോ. ഈ ഒരു പ്രോപ്പർ ലൈറ്റിംഗ് എല്ലാം കാണും. യെസ്, കംപ്ലീറ്റ്ലി. ഈ ഒരു എന്താ പറയാ, വാൾ പാനൽസ് ആയാലും ലൈറ്റിംഗ്സ് ആയാലും എല്ലാം ആസ് യു ക്യാൻ സീ ആണ് ഇവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ നമുക്കിത് ക്ലോസ്ഡ് കിച്ചൺ ആണ്. ഇന്ത്യൻസിന്റെ ഏറ്റവും വലിയൊരു റിക്വയർമെന്റ് ആയിരുന്നു ക്ലോസ്ഡ് കിച്ചൺ. അത് നിങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. ഓപ്പൺ കിച്ചൺ അത് പരിഹരിച്ചിട്ടുണ്ട്. ഓപ്പൺ കിച്ചൺ അത്യാവശ്യം ലക്ഷറി ആയിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് ആണ് വരുന്നത്. അറ്റ് എ ടൈം നമുക്കൊരു 8 പേർക്കെങ്കിലും ഒന്നിച്ച് ഡൈനിങ് സെർവ് ചെയ്യാൻ കാണുന്ന ലൈറ്റ്സും എല്ലാം കിട്ടും. യെസ്, ഷാൻഡ്ലയേഴ്സ്, ലൈറ്റിംഗ്സ്, വാൾ പെയിന്റ്സ്. വി ഹാവ് എ ലിഫ്റ്റ് ഹിയർ. അതാണ് ഏറ്റവും ആദ്യം പറയേണ്ട ഒരു കാര്യം. പ്രൈവറ്റ് എലവേറ്റർ ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, അപ്പം വയസ്സായ ആൾക്കാർ വില്ലയെടുത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പോയി വരാനും മുകളിൽ പോയി വരാനും വയസ്സായവരെക്കാളും കൂടുതൽ നമ്മളൊക്കെ ഇപ്പോ ഉറപ്പായിട്ടും ഞാൻ കേറാറില്ല, സ്റ്റെപ്പ് കയറാറില്ല. ഇത് നമ്മുടെ ലിവിംഗ് ഏരിയ. യെസ്, ഇത് ലിവിംഗ് ഏരിയ ആണ് വരുന്നത്. അതുപോലെ തന്നെ ബാക്ക് യാർഡിൽ ഒരു ബ്യൂട്ടിഫുൾ. ഈ സാധാ ഡെവലപ്പേഴ്സ് കൊടുക്കുമ്പോൾ ഫുള്ളി ഫർണിഷ്ഡ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ടിവി കൊടുക്കാറില്ല, അതും കാണുമോ? ഇൻക്ലൂഡിംഗ് ടിവി ആണ്. യെസ്. സോ വേറെ ഒരു ഇന്റീരിയർ വർക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അവർക്ക് ഐക്യ പോകേണ്ട ആവശ്യം വരുന്നില്ല. ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒന്നും പോകേണ്ട ആവശ്യം വരുന്നില്ല. നോ, ജസ്റ്റ് ക്ലോത്ത്സും ആയിട്ട് വന്നാൽ മതി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ബാൽക്കണി ഏരിയ നിങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കും. ഇതേപോലെ ഗ്രീനറിയും സോഫയും എവരിതിങ്. ഇത് നമ്മുടെ ഒരു ബാക്ക് യാർഡ് ഏരിയ ആണ്. ഇതിലെ എന്താ പറയാ, ഫർണിച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ വെതർ കോമ്പാക്ട് കൂടെയാണ്. ലൈക്ക് വെതറിന് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു. ഐ തിങ്ക് ഇത് ഈ ഒരു ഫോട്ടോ ആണോ നമ്മൾ നാട്ടിൽ നിൽക്കുന്നതൊക്കെ തോന്നുന്നത്. സോ ആ ഒരു ഫീൽ കിട്ടുമോ കമ്മ്യൂണിറ്റിക്ക്? യെസ്, ഗ്രീൻസ് എന്നാണ് കമ്മ്യൂണിറ്റിയുടെ പേര്. അതിൽ വലിയൊരു ഡെഫിനേഷൻ ഇല്ലല്ലോ. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് നല്ലൊരു ഗ്രീനറി കിട്ടും. അത്യാവശ്യം നല്ല ഏരിയ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് മുകളിലോട്ട് പോയി നോക്കാം. 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് നമുക്ക് ഫ്ലോട്ടിംഗ് സ്റ്റെയർ കേസ് ഉണ്ട്, കയറാം, അല്ലെങ്കിൽ നമുക്ക് ലിഫ്റ്റിൽ പോവാം. സോ അപ്പോൾ നമ്മൾ ലിഫ്റ്റ് കയറി എത്തി. അത്യാവശ്യം ഇവിടെ നല്ല സീലിംഗ് ഹൈറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതാണ് ഫസ്റ്റ് റൂം അല്ലേ?
ഇതാണ് നമ്മുടെ ഒരു മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയേണ്ടത്. ഫസ്റ്റ് മാസ്റ്റർ ബെഡ്റൂം ആണ്. അത്യാവശ്യം നല്ലൊരു വാർഡ്രോബ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. എന്റെ ഫേവറേറ്റ് സ്ഥലം ഇതാണ്. കബോർഡിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഉറപ്പായിട്ടും സ്വർണ്ണം ആഭരണങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് നോക്കിയെടുക്കാം. ഈ ടേബിൾ ഉൾപ്പെടെ ഈ കാണുന്ന എല്ലാം കിട്ടും. യെസ്, ആസ് ഇറ്റ് ഈസ് ആണ് വരുന്നത്. കംപ്ലീറ്റ്ലി ഡിസൈൻ. ധനൂപ് എന്ന് പറയുന്നത് നമ്മൾ രണ്ടുപേരും നടന്നിട്ട് പോലും തട്ടാതെ അത്ര അത്യാവശ്യം സ്പേസ് കിട്ടുന്നുണ്ട് നമുക്ക്. യെസ്. അതുപോലെ ബാൽക്കണി ആക്സസ് ഇവിടെ വരുന്നുണ്ട്. ഇതൊക്കെയാണല്ലേ നിങ്ങളുടെ അമ്യൂണിറ്റീസ് അല്ലേ? യെസ്, ഇവിടുന്ന് അമ്യൂണിറ്റീസ് വ്യൂ ആയിരിക്കും നമുക്ക് ബാൽക്കണിയിൽ നിന്ന് കിട്ടുന്നത്. എന്തൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് പറയാൻ പറ്റുന്ന അമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്റെ ഫേവറേറ്റ് 3.7 കിലോമീറ്റേഴ്സിന്റെ ഒരു ജോഗിംഗ് ട്രാക്ക് ഉണ്ട്. കംപ്ലീറ്റ് അമ്യൂണിറ്റീസിനെ സർക്കിൾ ചെയ്തിട്ട് എന്റെ ഫേവറേറ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഹസ്ബൻഡിനെ വിടാം. ഓക്കെ. അതുപോലെ തന്നെ നമുക്കൊരു ബീച്ച് ഹബ് ഉണ്ട്. അതുപോലെ 10+ കോട്ട്സ് വരുന്ന ഒരു സ്പോർട്സ് ഹബ് ഉണ്ട്. അതുപോലെ വെൽനസ് ഹബ് ഉണ്ട്. യെസ്, വെൽനസ് ഹബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 20,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ബിഗ്ഗസ്റ്റ്, ഐ വുഡ് സേ ദുബായിലെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ജിമ്മാണ് അതിൽ വരുന്നത്. എക്സാക്ട്ലി. അതുപോലെ തന്നെ വെൽനസ് ഹബിൽ നമുക്ക് സോന ക്രയോതെറാപ്പി അറിയാമോ? ക്രയോതെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാരൂഖ് ഖാനും മമ്മൂക്കയുടെ ഒക്കെ ഒരു സ്റ്റൈലിന്റെ ഒരു രഹസ്യം ശരിക്കും ക്രയോതെറാപ്പി. ആന്റി ഏജിംഗ് തെറാപ്പിയാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാല് ഫർണിച്ചർ ആരാ ചെയ്യുന്നത് പറഞ്ഞു? ഡോൾച്ചെ വിറ്റ. എക്സ്ട്രാ സാധനങ്ങളെല്ലാം അവിടെ ഉണ്ട്. യെസ്. ഇതാണ് റെയിൻ ഷവർ ഏരിയ വരുന്നത്. ആസ് യു ക്യാൻ സീ, this is the rain shower area plus bathtub. ഒരു luxurious ഒരു ഹോട്ടൽ വൈബ്. Every day should feel like a vacation. Okay. സോ നമുക്ക് മറ്റേ റൂമിലോട്ട് ഒന്ന് പോവാം. സോ നമ്മൾ അടുത്ത റൂമിലോട്ട് പോവുകയാണ്. സോ ഇതേപോലെ റൂംസ് ഇനി മുകളിലുണ്ട്. 3 ബെഡ്റൂം ആണ്. ഒരു റൂം മുകളിലും വരും. ഒരു റോയും കൂടെ വരുന്നുണ്ട്. ഒരു റോയും കൂടെ വരുന്നുണ്ട്. ഓ, അത്യാവശ്യം നല്ല സ്പേസ് കിഡ്സ് റൂമിനും വരുന്നുണ്ട്. ഇത് കൊള്ളാലോ. ഇത് പുതിയ ഒരു ഐലൻഡ് തീം കിച്ചൺ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഐലൻഡ് തീം ടിവി ആയിട്ട്. ഇത് കൂടുതലും കിഡ്സ് ആയിരിക്കില്ല യൂസ് ചെയ്യുക. ഇത് ശരിക്കും പറഞ്ഞാൽ കപ്പിൾസിന് പറ്റിയ ഒന്നാണ്. ലൈക്ക് നമ്മള് വൈഫ് ഇവിടെ നിന്ന്, ലേഡിയിലൊക്കെ ഇവിടെ നിന്ന് റെഡി ആവുന്ന സമയത്ത് ഹസ്ബൻഡ് ഇവിടെ ഇരുന്ന് എന്ത് ഇഷ്ടമുള്ളത് കാണാം. ടെലിവിഷൻ. യെസ്, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ്ലി ഒരു എന്താ പറയാ ഫീമെയിലിനെ സന്തോഷിപ്പിക്കുന്ന ടൈപ്പാണ്. അതായത് അത്രയധികം കബോർഡ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു പ്രശ്നവുമില്ല. കബോർഡ് മാത്രമല്ല, എല്ലാ ബെഡ്റൂംസും ഈ ഒരു ടൗൺ ഹൗസ് വില്ലാസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ബെഡ്റൂംസും ഓൺസ്യൂട്ട് ബാത്റൂംസ് വരുന്നുണ്ട്. ഓക്കെ. ലൈറ്റിംഗ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ആ ഒരു അസ്തെറ്റിക് വൈബ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ക്രിയേറ്റ് ചെയ്യാനുള്ള ലൈറ്റിംഗ്സ് കൂടെ വരുന്നുണ്ട്. ഇതിന്റെ ടോട്ടൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് എങ്ങനെയാണ് 3 ബെഡ്റൂമിലേക്ക് തുടങ്ങുന്നത്? 3.5 മില്യണിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പേയ്മെന്റ് പ്ലാൻസ് ഉണ്ട്. ഇപ്പോ 60-40 പേയ്മെന്റ് പ്ലാൻ ഉണ്ട്. അതുപോലെ 50-50 പേയ്മെന്റ് പ്ലാൻ വരുന്നുണ്ട് എമിറാത്തീസിന് വേണ്ടി. സോ നമ്മൾ നോക്കുന്നത് എപ്പോഴും നമ്മളെ പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കാണ്. അവർക്ക് 60-40 ആണ് വരുന്നത്. 5% ഡൗൺ പേയ്മെന്റ് സ്കീം വരുന്നുണ്ട്. അതേപോലെ തന്നെ 1% മന്ത്ലി പേയ്മെന്റ് പ്ലാനും വരുന്നുണ്ട്. ടിൽ ഹാൻഡ് ഓവർ 1%. എത്ര തരത്തിൽ പേയ്മെന്റ് പ്ലാൻ ഉണ്ട്? നമ്മളെ പോലുള്ള ആൾക്കാർക്ക് എത്ര തരത്തിൽ പേയ്മെന്റ് പ്ലാൻ ഉണ്ട്? 2 രീതിയിൽ ചെയ്യാം. ഒന്ന് 20% ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ടിൽ ഹാൻഡ് ഓവർ 2029 ടിൽ ഹാൻഡ് ഓവർ വരെയും 1% മാത്രമേ മന്ത്ലി വരുള്ളൂ. ബുള്ളറ്റ് പേയ്മെന്റ്. ബാക്കി എമൗണ്ട് ഹാൻഡ് ഓവറിൽ മോർഗേജ് എടുക്കാം. ബാക്കി എമൗണ്ട് ഹാൻഡ് ഓവറിൽ മോർഗേജ്. അല്ലാത്ത പക്ഷം എങ്ങനെയാണ്? അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബൾക്കായിട്ട് കൊടുക്കാനും പറ്റും. ലൈക്ക് 5% ഡൗൺ പേയ്മെന്റ് കൊടുക്കാം. അഗൈൻ ഒരു പീരീഡ് കഴിഞ്ഞ് അഗൈൻ 5%, പിന്നീട് ബാക്കി 1% മന്ത്ലി. ഈ 2 രീതിയിലും ചെയ്യാം. സോ അപ്പം ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾ എവിടെ കൊണ്ടുവന്ന് കാണിച്ച് അനഗത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. ഇത് കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ഇതിനെപ്പറ്റി ഒരു അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് മാറിയിട്ട് ഒരു വീട് വാങ്ങിക്കണോ എന്നുള്ള തീരുമാനം എടുത്താൽ മതി. അനക്ക് എന്താ പറയാനുള്ളത്? എപ്പോഴും നമുക്ക് ലാൻഡ് വിത്ത് ഒരു ഹോം അല്ലേ നമ്മുടെ ഒരു ഉറപ്പായിട്ട് ആ വസ്തു നമ്മുടെ പേരിൽ ഉണ്ടായിരിക്കുന്നത് അത് എപ്പോഴും ഒരു വാല്യൂ തന്നെയാണ്. സോ കൂടുതൽ ഡീറ്റെയിൽസിന് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.